JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ജന്മനക്ഷത്രവും നക്ഷത്രദോഷവും. ചില നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ ദോഷമാണെന്നും ആ നക്ഷത്രങ്ങളിൽ ജനിച്ചതിൻ്റെ പേരിൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളും ചില മനപ്രയാസങ്ങളും അതും ഇതൊക്കെ ഉണ്ടാകുന്നതും അത് പലരോടും അന്വേഷിക്കുന്നതൊക്കെ ഒരു സ്വാഭാവികമായ കാര്യമാണ്. പ്രത്യേകിച്ച് ആയില്യം കേട്ട രേവതി, അശ്വതി മകം മൂലം, അതുപോലെ അത്തം പൂയം ഇങ്ങനെയൊക്കെയുള്ള പൂരാടം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങൾ ജനിക്കുമ്പോൾ പലർക്കും സംശയമാണ്. കാരണം അതിന് അച്ഛനും അമ്മയ്ക്കും കുട്ടിക്കും അതുപോലെ അമ്മാവനും ഒക്കെ ദോഷമുണ്ട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായവും നിലവിലുണ്ട്. അപ്പം ചില സാഹചര്യങ്ങളിൽ ദോഷം അസ്ട്രോളജി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആയില്യം കേട്ട നക്ഷത്രങ്ങളുടെ, ആയില്യം കേട്ട രേവതി ഈ നക്ഷത്രങ്ങളുടെ ദോഷം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ആയില്യം ഒന്നാം പാദത്തിൽ ജനിച്ചാൽ ദോഷമൊന്നുമില്ല എന്ന് പറയുന്നു. രണ്ടാം പാദത്തിലാണെങ്കിൽ ധനനാശത്തെ സൂചിപ്പിക്കുന്നു. മൂന്നാം പാദത്തിൽ ആയില്യത്തിൽ ജനിച്ചാൽ മാതാവിന് ദോഷത്തെ പറയുന്നു. നാലാം പാദത്തിലാണെങ്കിൽ അച്ഛന് ദോഷമാണ് എന്നും പറയുന്നു. അതുപോലെ തന്നെ കേട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലെങ്കിലും രണ്ടാം പാദത്തിൽ അനുജനും മൂന്നാം പാദത്തിൽ അച്ഛനും നാലാം പാദത്തിൽ ജനിച്ച വ്യക്തിക്കും ദോഷമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ പാദങ്ങളിൽ ദോഷമുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിനും പാദദോഷം മനസ്സിലാക്കുന്നതിനുമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാം. അത് സൂചിപ്പിക്കുന്നത് ഒരു പാദം എന്ന് പറയുമ്പോൾ 4/1 എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അതുപോലെ കാൽ എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് ദോഷമുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഒരു പഞ്ചാംഗം കയ്യിലുണ്ടെങ്കിൽ ആ ദിവസത്തെ നാള് എത്ര മണിക്കൂറുണ്ട് എന്ന് കണ്ടുപിടിക്കുകയും അതനുസരിച്ച് സാധാരണ ശരാശരി വരുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂറാണ് ഈ നാളിൻ്റെ ദൈർഘ്യം വരുന്നത്. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനൊരു കാര്യം ഉണ്ടാകണമെന്നില്ല. 24 മണിക്കൂറിൽ കൂടുതലും വരാം, കുറച്ചും വരാം. അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഈ പറയുന്ന ആയില്യമായാലും കേട്ടയായാലും രേവതിയായാലും ഉണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനെ 4ആയിട്ട് ഭാഗിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് 24 മണിക്കൂറാണെങ്കിൽ ഒരു പാദം അല്ലെങ്കിൽ ഒരു കാൽ എന്ന് പറയുന്നത് കാൽഭാഗം 1/4 അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 24 മണിക്കൂറായിട്ട് നമ്മൾ എടുത്താൽ 6 മണിക്കൂർ വരും. അപ്പം ആദ്യത്തെ 6 മണിക്കൂർ ഒന്നാമത്തെ പാദം വരും. അപ്പം ആദ്യത്തെ 6 മണിക്കൂറിലാണ് ജനിക്കുന്നതെങ്കിൽ ആയില്യത്തിനും കേട്ടയ്ക്കും വലിയ ദോഷമൊന്നും പറയുന്നില്ല. പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പാദത്തിൽ ജനിക്കുമ്പോഴുണ്ടാകുന്ന ദോഷം അത് ഗണ്ണാന്ത സംബന്ധമായിട്ട് വരുന്ന കാര്യമാണ്. കാരണം ആയില്യം കേട്ട രേവതിയുടെ 4ആം പാദവും അശ്വതി മകം മൂലം ഇതിൻ്റെ ആദ്യ പാദവും ഗണ്ണാന്തമായിട്ടാണ് കണക്കൂട്ടുന്നത്. അത് ദോഷമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഗണ്ണാന്തം ആദ്യ പാദത്തിൽ ഉണ്ടോ എന്നറിയാനും ഓരോ പാദത്തിലും അറിയാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. ഒന്നാം പാദത്തിൻ്റെ ദോഷം അറിയാൻ ഒരു നക്ഷത്ര ദൈർഘ്യത്തെ 4ആയിട്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗം, അതാണ് ഒന്ന്. ആദ്യത്തെ 6 മണിക്കൂർ 24 മണിക്കൂറായി കണക്കാക്കുമ്പോൾ ആദ്യത്തെ 6 മണിക്കൂറാണ് ഒന്നാം പാദം. ആ ഒന്നാം പാദത്തിൽ ഒന്നാം പാദ ദോഷം എന്ന് പറയുന്നത് ഒന്നാം പാദത്തിലെ ഒന്നാം കാലം, അതായത് ആദ്യത്തെ 6 മണിക്കൂറിനെ വീണ്ടും 4ആയി ഭാഗിക്കുമ്പോൾ വരുന്ന 1.5 മണിക്കൂർ സമയം. അതായത് ഒന്നാം പാദ ദോഷം എന്ന് പറയുന്നത് ആ നക്ഷത്രം തുടങ്ങി ആദ്യത്തെ 1.5 മണിക്കൂറിനകത്താണ് ജനിക്കുന്നത് എങ്കിൽ ഒന്നാം പാദദോഷം വരുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാം പാദമാണെങ്കിലും ഇതുപോലെ തന്നെ രണ്ടാമത്തെ 6 മണിക്കൂറിൽ രണ്ടാമത്തെ പാദം, അതായത് 6 മണിക്കൂറിന് 4ആയിട്ട് ഭാഗിക്കുന്നു. അപ്പം 1.5 മണിക്കൂർ വീതം. അപ്പോൾ ആദ്യത്തെ 1.5 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തെ 1.5 മണിക്കൂർ. അപ്പോൾ 6 1 7.5 മണിക്കൂർ കഴിഞ്ഞ് 9 മണിക്കൂറിനകമാണ് രണ്ടാം പാദം വരുന്നത്. അതുപോലെ തന്നെ മൂന്നാം പാദം വരുന്നതും 2 കാൽഭാഗം കഴിയുമ്പോൾ 12 മണിക്കൂറാവും.
ആ മൂന്നാം പാദത്തിൻ്റെ 1.5 മണിക്കൂർ വീതമുള്ള 2 ഭാഗം കഴിയുമ്പോൾ 3 മണിക്കൂറാവും. അപ്പോൾ 12 3 15 മണിക്കൂറായി. 15 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന 1.5 മണിക്കൂറാണ് മൂന്നാം പാദം. ഇനി നാലാം പാദം ദോഷമുണ്ടോ ഇല്ലയോ എന്ന് കാണുന്നത് അവസാനത്തെ 1.5 മണിക്കൂർ സമയമാണ്. അതായത് നാളെ തീരാൻ പോകുന്ന സമയം മുതൽ ഇങ്ങോട്ട് 1.5 മണിക്കൂർ സമയം. ഇങ്ങനെയാണ് നക്ഷത്രപാദം നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പം ഇതിൽ ആയില്യം കേട്ട രേവതിയുടെ അവസാനത്തെ 1.5 മണിക്കൂർ സമയവും അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങളുടെ ആദ്യത്തെ 1.5 മണിക്കൂർ സമയവും ദോഷസമയമാണ്. ഇതിന് അഭുക്ത സന്ധി എന്നൊക്കെ പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അശ്വതി കഴിഞ്ഞ് രേവതി അശ്വതി, ആയില്യം മകം, അതുപോലെ കേട്ട മൂലം, ഇതെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന നക്ഷത്രങ്ങളാണ്. ഇപ്പോൾ അശ്വതിയുടെ ആദ്യ പാദം എന്ന് പറയുമ്പം രേവതിയുടെ അവസാന ഭാഗവും അശ്വതിയുടെ ആദ്യ ഭാഗവും ചേരുന്ന സമയം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. അതുപോലെ തന്നെ മകം ആയില്യത്തിൻ്റെ അവസാനവും മകം നക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗവും, അതുപോലെ തന്നെ കേട്ടയുടെ അവസാനവും മൂലത്തിൻ്റെ ആദ്യവും, ഇങ്ങനെ രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു ടൈമുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മണിക്കൂർ എന്നൊക്കെ പറയും. അപ്പം ഇങ്ങനെ വരുന്ന സമയങ്ങളും ദോഷസന്ധിയിൽ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം അച്ഛന് ദോഷമാണോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ദോഷമാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് മാത്രം അങ്ങനെ അങ്ങ് സ്ഥിരീകരിക്കേണ്ട എന്നുള്ളതാണ്. പിന്നെയോ അച്ഛൻ്റെ ജാതകപ്രകാരവും അതുപോലെ തന്നെ ഗോചരപ്രകാരവും സമയം വളരെ മോശമാണോ എന്നുള്ളത് ജനിക്കുന്ന സമയത്ത് വളരെ മോശമാണോ എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അച്ഛനായാലും അമ്മയ്ക്കായാലും അമ്മാവനായാലും ആർക്കായാലും കുഴപ്പമൊന്നുമില്ല, അവരുടെ ജാതകത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ഈ സമയത്ത് ജനിക്കുന്നത് കൊണ്ട് അവർക്ക് അത്ര വലിയ ദുരിതങ്ങളും പ്രത്യേകിച്ചും മരണം പോലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എങ്കിലും ഇതിൻ്റെ പോരായ്മ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിലൊക്കെ വരുന്നു എന്നുള്ളത് ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പം പിന്നീട് പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുമ്പം ഇപ്പോൾ മൂലനക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനും, 2-ാം പാദത്തിൽ ജനിച്ച അമ്മയ്ക്കും, 3-ാം പാദത്തിൽ ജനിച്ചാൽ മൂലകുടുംബ സ്വത്തിനും, അതായത് മൂലകുടുംബത്തിൽ നിന്ന് നമുക്ക് ഉദ്ദേശിക്കുന്ന പോലുള്ള സ്വത്തൊന്നും കിട്ടത്തില്ല എന്നൊക്കെയാണ്. 4-ാം പാദത്തിൽ ജനിച്ചാൽ ദോഷമൊന്നുമില്ല എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ മൂലം നക്ഷത്രത്തിന് ആദ്യത്തെ 3.25 നാഴിക എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂർ സമയം കുട്ടി ജനിക്കുകയാണെങ്കിൽ അച്ഛന് ദോഷമാണ് എന്ന് പറയുന്ന കാര്യമാണ്. അത് ഈ അഭോക്ത സന്ധി എന്നൊക്കെ പറയും. കാരണം ഈ 2 നക്ഷത്രങ്ങൾ ചേരുന്ന സമയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ മറ്റ് ചില നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നത് ഉത്തര നക്ഷത്രത്തിൻ്റെ ദോഷം ജനനം മുതൽ 2 മാസവും, കേട്ടയുടെ ദോഷം 15 ദിവസമെന്നും, ചിത്രയുടെ ദോഷം 6 മാസമെന്നും, പൂയത്തിൻ്റെ ദോഷം 3 മാസത്തിനകമെന്നും, പൂരാടത്തിൻ്റെ ദോഷം ജനനം മുതൽ 8 മാസമെന്നും, ആയില്യത്തിൻ്റെ ദോഷം അനുഭവപ്പെടുന്നത് ജനനം മുതൽ 9 മാസമെന്നും, മകത്തിൻ്റെയും മൂലത്തിൻ്റെയും 8 വർഷത്തിനകമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില വ്യത്യാസമുണ്ട്. അതുപോലെ അത്തത്തിൻ്റെ ദോഷം 12 വർഷത്തിനകം സംഭവിക്കും എന്നൊക്കെ പറയുന്ന ചില ഗ്രന്ഥങ്ങളിലെ സൂചനകളും ചില ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പൊതുവേ പറഞ്ഞാൽ 1 വർഷം ആണ് ഇതിന് സാമാന്യമായി കണക്കൂട്ടുന്നത് എന്ന് കരുതി ഇങ്ങനെ വന്നു എന്നതുകൊണ്ട് ദോഷം ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പറയുന്ന ചില ദോഷങ്ങളെക്കുറിച്ച് കൂടി പറയാം. അത് അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ചില അവസരങ്ങളിൽ ചില ആളുകളിലൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പലരിലും അങ്ങനെ അനുഭവപ്പെട്ടതായിട്ട് അറിവുമില്ല. അത് കേട്ട നക്ഷത്രത്തിൽ ജനിച്ചാൽ സ്ത്രീയാണെങ്കിൽ, കേട്ട നാളിൽ ജനിച്ച സ്ത്രീയാണെങ്കിൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന് ദോഷമാണെന്ന് പറയുന്നു. ആയില്യത്തിൽ ജനിച്ച സ്ത്രീയാണെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ദോഷമാണെന്ന് പറയുന്നു. അതുപോലെ മൂല നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീക്ക് ഭർത്താവിൻ്റെ അച്ഛന് ദോഷം, അമ്മയ്യപ്പന്
ദോഷമാണെന്ന് പറയുന്നു. വിശാഖത്തിൽ ജനിച്ച സ്ത്രീയാണെങ്കിൽ ഭർത്താവിൻ്റെ അനുജന് ദോഷമാണെന്ന് പറയുന്നു. ഇതെല്ലാം സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ ദോഷം എന്നുള്ളതല്ല, രണ്ടുപേരുടെയും ജാതകപ്രകാരം ഇവരെ പരസ്പരം വിരുദ്ധ രാശിയിലാണ് ജനിച്ചത് എങ്കിൽ ഈ പറയുന്ന വ്യക്തികളുമായിട്ട് മാനസികമായിട്ട് ചിലപ്പോൾ പൊരുത്തപ്പെടാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിലെ മുഖ്യ ഘടകം, അല്ലാതെ മറ്റൊന്നുമില്ല. കാരണം ഈ ഭർത്താവിൻ്റെ അമ്മയുമായിട്ട് മാനസികമായിട്ട് യോജിച്ചു പോകാൻ കഴിയാത്തപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. ഇതിനെല്ലാം ഇടയ്ക്ക് നിന്ന് ഭർത്താവ് ഭാര്യയുടെ സൈഡ് പിടിക്കണോ അമ്മയുടെ സൈഡ് പിടിക്കണോ എന്ന് ഉള്ള ഒരു ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റും കാണും, രണ്ടുപേരുടെയും ഭാഗത്ത് ശരിയും കാണും. അതുപോലെ തന്നെയാണ് ഭർത്താവിൻ്റെ അച്ഛൻ അമ്മായിയപ്പൻ്റെ കാര്യമായാലും അനുജൻ്റെ കാര്യമായാലും ജ്യേഷ്ഠൻ്റെ കാര്യമായാലും. കാരണം ഒരു വീട്ടിലെ എല്ലാവരും ഒരേ സ്വഭാവക്കാരൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ ഈ നാളുകാരുമായിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങളാണ്. അത് രണ്ടുപേരുടെയും ചിന്താഗതി ഒരുപോലെ അല്ലാതെ വരുമ്പോഴും അതുപോലെ തന്നെ വളർന്നു വന്ന സാഹചര്യം, അനുഭവങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരു വീടുമായി യോജിച്ചു പോകുന്നതിൽ അക്കൂട്ടത്തിൽ അസ്ട്രോളജിക്കും കുറച്ച് പങ്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് കേട്ടാൽ ഉടനെ, കാരണം ഞാനിത് പറയാൻ കാരണം എന്നെ പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ഒരു ആലോചന വന്നിട്ടുണ്ട്, പെണ്ണിൻ്റെ നാൾ ആയില്യമാണ്, അത് ആയില്യം നാളിനെ കല്യാണം കഴിക്കുന്നുണ്ട്, കുഴപ്പം വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ കേട്ട നാളാണ്, അല്ലെങ്കിൽ മൂലമാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇത്തരം ഓരോ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലരാണെങ്കിൽ ഈ ആയില്യം നാളുകാരെ ഇവിടെ ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ നോക്കുന്നത് തന്നെ ദോഷമാണെന്നും പറഞ്ഞ് മുള കൊണ്ടുവെക്കുന്നവരുണ്ട്, ഈറ കൊണ്ടുവെക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ആയില്യം കൊല്ലി എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം അങ്ങുഞ്ഞൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്നോട് ചോദിക്കും ഇതുകൊണ്ടൊക്കെ ഗുണമുണ്ടോ? ഇതിനകത്തെങ്ങും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. കാരണം ഇതൊന്നും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ നോക്കുന്നിടം നശിക്കുമെന്നോ അല്ലെങ്കിൽ അവിടെ ഈറ കൊണ്ടുവെക്കണം, മുള കൊണ്ടുവെക്കണം, ഇങ്ങനെയൊന്നും ശാസ്ത്രങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന നാളുകാരും വീട്ടുകാരും തമ്മിൽ, അതിപ്പം ചേട്ടനും അനിയനും ആയിക്കോട്ടെ, സഹോദരനും സഹോദരി ആയിക്കോട്ടെ, അച്ഛനും അമ്മയും ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, മാനസികമായിട്ട് പൊരുത്തമില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും അവർ തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം വരും. ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല, മറ്റൊരാൾ പറയുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അത്തരം സാഹചര്യങ്ങളിൽ അവരുടെ ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവം ഉണ്ട് എന്നുള്ള, പക്ഷെ അത് ആ തനി സ്വഭാവം അതുപോലെ തന്നെ പ്രകടിപ്പിക്കണമെന്നില്ല. അതവരുടെ പിന്നെ ജനനസമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. എങ്കിലും ചില സൂചനകൾ അസ്ട്രോളജിയിൽ പറയുന്നത് അത് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിലൊന്നും അത്ര വലിയ വിഷയമായിട്ട് കാണണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായവും അനുഭവവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ കൂടി അത് ഉപകാരപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. കാരണം ഇതിൻ്റെ പേരിൽ ഒരു കുടുംബകലഹം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അത്തരം ഒരു കാര്യങ്ങളൊന്നും അസ്ട്രോളജിയിൽ ഇല്ലതാണ്. പിന്നെ ചില സൂചനകൾ മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.